ഇന്ന് നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വിജയ് പി ജോയിലെ എൻ്റെ ഹസ്ബൻഡിന്റെ തോന്നലുകൾ തൂവലുകൾ ആകുമ്പോൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലേക്കാണ്. തോന്നലുകൾ തൂവലുകൾ ആകുമ്പോൾ എന്ന പുസ്തകം കുറെ ഓർമ്മക്കുറിപ്പുകളുടെ ഒരു ശേഖരണമാണ്. ആദ്യമായിട്ട് പുസ്തക പ്രകാശനത്തിന് വേണ്ടിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബോബി അച്ഛനാണ്. ബോബി അച്ഛൻ ഒരു നല്ല ധ്യാനഗുരുവാണ്. കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഇത്രയും സിമ്പിൾ ആയ ഒരു പേഴ്സൺ ആണ്. ഒത്തിരി തിരക്കുകളുള്ള ഒരാളാണ്. ആ തിരക്കുകളുടെ ഇടയിലും ഞങ്ങളുടെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷങ്ങളിലേക്ക് അച്ഛൻ കടന്നു വന്നു. ഞങ്ങളുടെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷങ്ങളിലേക്ക് അച്ഛന് സ്വാഗതം. പ്രകാശനമാണ്. പ്രകാശനം നിർവഹിക്കുന്നതിനായി ബോബി അച്ഛനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി സത്യദീപത്തിന്റെ സീനിയർ സബ് എഡിറ്ററായ ഷിജു അച്ചാണ്ടി സാറിനെയും ക്ഷണിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ആളെ കുറിച്ച് എന്തെങ്കിലും പറയാണ്ട് ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയാൽ എനിക്ക് തോന്നുന്നു ഐ ഫീൽ ഇൻകംപ്ലീറ്റ്. അതുകൊണ്ട് 2-3 വാക്ക് ചേട്ടനെ കുറിച്ച്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സണാണ്. ഒന്നും അധികം ആഗ്രഹിക്കാറില്ല ചേട്ടൻ. ഒന്നും അധികം ആഗ്രഹിക്കാറില്ല എന്ന് വെച്ചാൽ ഇത്രയും മിനിമം കാര്യങ്ങളാണ് ചേട്ടൻ ആഗ്രഹിക്കാറുള്ളൂ. കുറെ എഴുതണം എന്ന് മാത്രമുള്ള ആഗ്രഹം എപ്പോഴും കൂടുതലാണ്. ബാക്കിയെല്ലാം എന്ത് മിനിമം കിട്ടിയാലും വളരെ ഹാപ്പിയാണ് ചേട്ടൻ. എല്ലാ കാര്യത്തിലും ഉണ്ട്. നല്ല കാറ്റീസം ടീച്ചറാണ്. അത് കഴിഞ്ഞ് സത്യദീപത്തിന്റെ വീഡിയോസ് എടുക്കാൻ പോകും. പിന്നെ ബുക്ക് എഴുതല്. പിന്നെ വിജയ് വിംസിന്റെ എല്ലാ തോട്ട്സും ആഴ്ചയിൽ 2 ദിവസം വരാറുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ നല്ല അപ്പന്റെ റോള് ചെയ്യണം, ഹസ്ബൻഡിന്റെ റോള് ചെയ്യണം, അതിന്റെ ഇടയിലും സണ്ണിന്റെ റോള് ചെയ്യണം. അപ്പൊ എല്ലാം കൂടി ഫുൾ പാക്കേജാണ്. പക്ഷെ ഞങ്ങൾ പലപ്പോഴും പരിഭവം ഇതൊക്കെ പറയാറുണ്ട്, ഞങ്ങൾക്ക് കിട്ടാറില്ല. പക്ഷെ ആ പരിഭവമൊക്കെ പലപ്പോഴും വിജയ് സാറിന്റെ ഭാര്യയല്ലേ, വിജയ് പി ജോയുടെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം തീരാറുണ്ട്. എന്താ വെച്ചാൽ ഒരു നല്ല വ്യക്തിത്വം ഉള്ള ഒരാളുടെ ഭാര്യ മക്കൾ എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ചേട്ടാ, ഫീൽ പ്രൗഡ് ടു ബി യോഴ്സ്. ഇതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. വിജയുടെ പുസ്തകം വാങ്ങാൻ ക്യൂ നിന്ന് ഒപ്പിട്ട് വാങ്ങുന്ന മനുഷ്യരെ സ്വപ്നം കാണുന്ന ഒരു വിജയുണ്ട്. വിനി പറഞ്ഞത് കറക്റ്റാണ്. അതായത് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇങ്ങനെ സംസാരിക്കുന്നതും സ്വപ്നം കാണുന്നതും പുസ്തകം എഴുതണം എന്നിട്ട് ഇങ്ങനെ അതൊരു വിജയുടെ പാഷനാണ്. ഇന്റിമേറ്റും ജെന്യൂനായിട്ടുള്ള ഒരു കാര്യത്തിൽ അടുത്ത കാലത്ത് പങ്കെടുത്തിട്ടില്ല. നമ്മൾ വായിക്കുന്നതല്ലേ, പുറത്ത് നമുക്ക് നഷ്ടമായതിനേക്കാൾ കൂടുതൽ ഇപ്പൊ ഉദാഹരണമായിട്ട് വിജയ് അപ്പനെ കുറിച്ച് എഴുതുന്നുണ്ട്. എൻ്റെ ഒരു നോട്ടത്തിൽ ഇങ്ങനെ നഷ്ടമുള്ളൊരു മനുഷ്യനാണ്. അതിനകത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു സംയോജനം എന്നൊക്കെ പറയുന്ന വാക്ക് കുറച്ച് ഹെവിയാണ്. പെയിനുണ്ട്. ബ്രദറിനെ കുറിച്ചുള്ളൊരു കുറിപ്പുണ്ട്. സിബ്ലിങ്സ് ഒക്കെ ഒരു ജീവിതത്തിലെ സായന്തനങ്ങളിലാണ് നമ്മളെ കാണാനായിട്ട് വീണ്ടും വരുന്നത്. പുലരി ചിത്രിച്ചതെല്ലാം ഇങ്ങനെ സായന്തനം ശേഖരിക്കുന്നത് കേട്ടിട്ടില്ല. അതിപ്പോൾ നമുക്ക് സിബ്ലിങ്സ് ഒക്കെ വലിയ ഓർമ്മയാണ്. ഇതൊക്കെ ബ്രദറൊക്കെ നോക്കിയിട്ടുണ്ട്. എഴുത്തിന് എന്തുകൊണ്ട് ദൈവത്തെ ആക്കിയിട്ടില്ല? മീൻ പിടിച്ച മനുഷ്യരോട് നമുക്ക് മനുഷ്യരെ പിടിക്കാമെന്ന് പറയുന്നതിനേക്കാൾ വലിയ പോയട്രി നാട്ടുകാരെ ഉണ്ടായിട്ടില്ല. ഇത് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യ എന്ന ശ്രീഭണ്ഡാരത്തിൽ എന്തെങ്കിലുമൊക്കെ വിടണ്ടേ, എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകണ്ടേ? അത് ഭംഗിയായിട്ട് വിജയ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി എത്രത്തോളം നുണയുണ്ട് അതിൽ, എത്രത്തോളം നേരുണ്ടതിൽ എന്നറിയാൻ വേണ്ടിയെങ്കിലും നിങ്ങളെല്ലാവരും ആ പുസ്തകം വായിക്കണം
എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. മനുഷ്യരാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, കുറെ കൂടി നല്ല മനുഷ്യരാകുന്നതിനെ നിങ്ങൾ ഭയപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായും വിജയുടെ ഈ പുസ്തകം വായിക്കുക എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. വിജയ് ഇന്ന് ഈ പുസ്തകം പുറത്തിറക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ആഘോഷമാണ്. ഈ തോന്നലുകൾ തൂവലാകുമ്പോൾ എന്നുള്ള പുസ്തകം ഒരുപാട് അനുവാചക സ്വീകാര്യത നേടട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എന്റെ മോൻ വിജയ് ഒരു നല്ല എഴുത്തുകാരനായി എന്ന് പ്രഖ്യാപിക്കുന്ന ദിവസം, നല്ല ഹൃദയമുള്ള മനുഷ്യർക്ക് നല്ലവരെ പറ്റി മറ്റുള്ളവരെ പറ്റി നല്ലത് എഴുതാൻ പറ്റുള്ളൂ. വിജയ് പുസ്തകത്തെ എല്ലാവരെ പറ്റി നല്ലതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അവരിൽ നിന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഇനിയും നമുക്ക് മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണം, എങ്ങനെ പെരുമാറണം, ജീവിതത്തിൽ എങ്ങനെ ഉണർവുണ്ടാവണം, മനുഷ്യനെ നല്ല മനുഷ്യനായി ജീവിക്കണം, ഇതെല്ലാം ഈ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അതിന്റെ ആന്തരിക അർത്ഥം നമുക്ക് മനസ്സിലാകും. ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഇത് വലിയൊരു അവസരമാണ്. അത് അത്രയും അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഇവിടെ നിന്നിട്ട് അവന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു, എല്ലാവിധ ആശംസകളും നേരുന്നു. ബോബി അച്ഛ, ആദരണീയനായ ഷിജു സാർ, പ്രിയപ്പെട്ട ജസ്റ്റിൻ അച്ഛ, വാത്സല്യവതിയായ സിസ്റ്റർ ഫിലമിൽ, ബഹുമാനപ്പെട്ട വികാരി അച്ഛ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരു പുസ്തകം എഴുതാതെ നഷ്ടപ്പെടുത്തിയപ്പോൾ അവൾ ചെയ്തത് അതാണ്. കാലത്തിൽ നിന്ന് തൻ്റെ ഓർമ്മകളെ മായ്ച്ചു കളയുക. എനിക്കേറെ ഇഷ്ടമുള്ള സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യനെ ഒരു ആമുഖം എന്ന നോവലിലെ ഈ വരികളാണ് ഓർമ്മക്കുറിപ്പുകളുടെ ഒരു പുസ്തകം എഴുതണമെന്ന ആഗ്രഹത്തിലേക്കും പരിശ്രമത്തിലേക്കും എന്നെ നയിച്ചത്. കഴിഞ്ഞ ഒരു 1.5 വർഷം കൊണ്ട് എൻ്റെ ഈ കൊച്ചു ജീവിതത്തിൽ നിന്നും കുറച്ച് കഷ്ടപ്പെട്ട് കണ്ടെടുത്ത ചില അനുഭവക്കുറിപ്പുകളാണ് പുതിയ എൻ്റെ തോന്നലുകൾ തൂവലുകളാകുമ്പോൾ എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഞാനെന്ന കഥാപാത്രം കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ അധ്യായങ്ങളിൽ മുഖം കാണിക്കുന്ന താരം ബോബി അച്ഛനായിരിക്കും. എൻ്റെ ആദ്യ പുസ്തകത്തിന് അവതാരിക എഴുതിയ, എൻ്റെ 2ാം പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ച അച്ഛന്, അച്ഛൻ്റെ നിർമ്മല സ്നേഹത്തിന്, ലാവണ്യമാർന്ന വാക്കുകൾക്ക് ഒത്തിരി ഒത്തിരി നന്ദി. ഷിജു അച്ചാണ്ടി സാർ, ഞായറാഴ്ചകളിൽ നമ്മുടെ പള്ളികളിൽ വായിക്കുന്ന ബൈബിൾ ഭാഗങ്ങൾക്ക് അൽമായർ വിചിന്തനം തയ്യാറാക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അതിലേക്ക് എന്നെ ചേർത്തതും അതുവഴി സത്യദീപത്തിലും എഴുതാൻ അവസരമൊരുക്കിയതും ഷിജു സാറാണ്. ഒരുക്കിയ അവസരങ്ങൾക്ക്, പകർന്ന ആശയങ്ങൾക്ക്, ഇന്നിവിടെ പങ്കുവച്ച നല്ല വാക്കുകൾക്ക് സാറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊള്ളുന്നു. വെറുതെ നടന്നിരുന്ന എന്നെ പിടിച്ച് കാറ്റഗിസം പഠിപ്പിക്കുന്ന അധ്യാപകനാക്കി മാറ്റിയത് ജസ്റ്റിൻ കൈപ്പർമാർന്നച്ഛനാണ്. എൻ്റെ 2 പുസ്തകങ്ങളുടെയും അകവും പുറവും ഒരുക്കുന്നതിൽ അച്ഛൻ്റെ നിർണായക സ്വാധീനമുണ്ട്. എൻ്റെ ആദ്യ പുസ്തകത്തിന്, അല്ലെങ്കിൽ എൻ്റെ മൂത്ത പുസ്തകത്തിന് ക്രിസ്തുമരം എന്ന് പേരിട്ട, എൻ്റെ ഇളയ പുസ്തകത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഒരു അനുജനെ പോലെ എന്നെ സ്നേഹിക്കുന്ന ജസ്റ്റിനത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഒരുപക്ഷെ ഈ ചുണങ്ങമ്പേരി ഇടവകയെ തന്നെ ധന്യമാക്കുന്ന സിസ്റ്റർ ഫിലമിന് 1000 നന്ദി. ഏറ്റവും മികച്ച കുറിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് പുസ്തകത്തിന്റെ അവതാരികയാണെന്ന്. പുസ്തകത്തെ സസൂക്ഷ്മം വായിച്ച് ഗംഭീരമായ ഒരു അവതാരിക എഴുതിയത് വാക്കുകൾ കൊണ്ട് എന്നും എന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ള സജീവ് പാറേക്കാട്ടിൽ മാഷാണ്. ഒന്ന് എഴുന്നേക്കാം. ഈ പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം വിനിയോടാണ്. അവളുടെ ത്യാഗമാണ് എൻ്റെ എഴുത്ത്, എൻ്റെ പുസ്തകം. അങ്ങനെ കൂട്ടിച്ചേർത്ത് അതിൽ അതിശോക്തിയില്ലെന്ന് ഞാൻ കുടുംബത്തിലുള്ളവർക്ക് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുകയാണ്. പിന്നെ പുസ്തകം തയ്യാറാക്കാൻ അനുവദിച്ച മാൻകൈൻ പബ്ലിഷേഴ്സ്, ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ ജീവിതാനുഭവങ്ങളെ, എൻ്റെ എഴുത്തോർമ്മകളെ അനുഗ്രഹീതവും അവിസ്മരണീയവുമാക്കുന്നത്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹം നിറഞ്ഞ വാക്കുകളാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒത്തിരി ഒത്തിരി നന്ദി. ഒരിക്കൽ കൂടി വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ പുസ്തകങ്ങൾക്ക് നിങ്ങളുടെ വായനാ ലോകത്ത് ഒരിടം നൽകണമെന്ന അഭ്യർത്ഥനയോടും കൂടെ ഞാൻ നിർത്തുന്നു. നന്ദി.